അതിവേഗപാത, എയിംസ് തുടങ്ങി കേന്ദ്ര ബജറ്റിൽ അനുവദിച്ചു കിട്ടിയില്ല എന്ന് നമ്മൾ വിലപിച്ച പല കാര്യങ്ങളും ഒരു വശത്ത് നടക്കുമ്പോൾ ഹിന്ദുത്വ ഫാക്ടറിയിൽ നിന്നും അനുവദിച്ചു കിട്ടിയ മഹാമാഘ കുംഭമേള നിളാ നദിയോരത്ത് ഭക്തി നിർഭരമായി പൊടിപൊടിക്കുന്നുണ്ടായിരുന്നു. RSS മുന്നോട്ട് വയ്ക്കുന്ന വൈദിക ബ്രാഹ്മണ്യം കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള ദീർഘനാളത്തെ ഹിന്ദുത്വ പ്രൊജക്ടിന്റെ പരീക്ഷണ നാളുകളായിരുന്നു അത്. 19 ദിവസം കാര്യമായി വിവാദങ്ങൾക്ക് വഴിമരുന്നിടാതെ കേരള കുംഭമേള അവസാനിക്കുമ്പോൾ 2 വർഷത്തിനുള്ളിൽ 2 കോടിയിലേറെ വിശ്വാസികളെ എത്തിക്കുന്ന പൂർണ്ണ കുംഭമേള നിളായോരത്ത് നടത്തും എന്നൊരു പ്രഖ്യാപനവും നമ്മൾ കേട്ടു. ഇടതു സർക്കാരിന്റെ ഭരണത്തിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ മേള വിജയിപ്പിച്ചതിൽ ചിലരുടെ ആഹ്ലാദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇനിയും അടങ്ങിയിട്ടില്ല. കേരള സമൂഹത്തിന്റെ നിശബ്ദത കീഴടങ്ങലായും വിവേകപൂർണമായ മൗനമായും വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിലും ഒട്ടാകെ നിരാശ കലർത്തി സംഘാടകർ പറയുന്നുണ്ട്, തിരിഞ്ഞു നോക്കാതെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ഹിന്ദുക്കളെ അപമാനിച്ചുവെന്ന്. സ്പോട്ട്ലൈറ്റ് അന്വേഷിക്കുന്നു മഹാമാഘം എന്ന കേരള കുംഭമേള നമ്മളോട് പറയുന്നത്. ഗണേശ ചതുർത്ഥിയും രഥയാത്രയും ശിലാപൂജയും പൊങ്കാലയും മറ്റും പോലെ കേരള സമൂഹത്തിലേക്ക് മഹാമാഘവും കുംഭമേളയും ഒക്കെ എത്തുകയാണ്. കേരള മനസ്സുകളിലെ നിളാതീരത്തിന്റെ കാൽപ്പനിക സൗന്ദര്യങ്ങൾ ഹരഹര മഹാദേവ വിളിച്ചെത്തുന്ന അഘോരീ രൂപങ്ങളിലേക്കും ആരതിയുടെ പ്രഭാപൂരത്തിലേക്കും കൂടുമാറുകയാണ്. നമുക്ക് മുന്നിൽ ഐതിഹ്യങ്ങളുടെ കെട്ടുകഥകളും അവർ നിരത്തുന്നുണ്ട്. മാഘമാസത്തിലെ, അതായത് ജനുവരി ഫെബ്രുവരി മാസത്തെ വിശേഷ ദിവസങ്ങളിൽ നടക്കുന്ന കുംഭമേള ഉത്സവം ഐശ്വര്യവും സമാധാനവും കൊണ്ടുവരുമത്രേ. പരശുരാമൻ സൃഷ്ടിച്ച കേരളത്തിൽ ലോക നന്മയ്ക്കായുള്ള ആദ്യ യാഗം നടന്ന തവനൂർ എന്ന തപസ്സന്നൂരിൽ സമസ്ത ദേവതകളും പങ്കെടുത്തിരുന്നത്രേ. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയിൽ സപ്തപുണ്യ നദികളും സാന്നിധ്യമേകുന്ന ആ മാസത്തിൽ കുളിക്കുന്നത് പുണ്യം. ഉത്തരേന്ത്യയിൽ ഫലിപ്പിച്ച കുംഭമേളയെ കേരളത്തിലേക്ക് പറിച്ചു നടുമ്പോൾ ചരിത്രത്തിന്റെ വളച്ചൊടിക്കലുകളും ഐതിഹ്യങ്ങളിലെ മേമ്പൊടികളും സ്വാഭാവികമാണ്. അവർക്ക് മുന്നിൽ ഒരു അജണ്ടയുണ്ടായിരുന്നു. 2029 ലോക്സഭാ ഇലക്ഷന് മുൻപ് 2028 45 ദിവസം നീളുന്ന ഒരു പൂർണ്ണ കുംഭമേള, അതും മലപ്പുറത്തിന്റെ മണ്ണിൽ. അവർ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. കേരളത്തിലൊരു കുംഭമേള സ്ഥാപിച്ചെടുക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംഘപരിവാർ. ലോക്കൽ ആൾദൈവങ്ങളെയും വടക്കേ ഇന്ത്യൻ സ്വാമിമാരുടെ അഖാഡകളെയും ഒക്കെ അവർ ഇതിനായി കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഹിന്ദു ഐക്യത്തിനു വേണ്ടി നിർമ്മിച്ചെടുക്കുകയാണെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. നിളാമണ്ണിൽ മാമാങ്കം ഒരു പദ്ധതിയായി രൂപപ്പെട്ടത് കഴിഞ്ഞ കൊല്ലമാണ്. കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ, സ്വാമി ആനന്ദവനം ഭാരതി എന്ന പഴയ SFI-കാരൻ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി ചുമതലയേറ്റ ശേഷം വൈദിക ബ്രാഹ്മണ്യം തിരികെ എത്തിക്കുക എന്ന് ലക്ഷ്യമിട്ട ദക്ഷിണേന്ത്യയിലെ സന്യാസി സമൂഹമാണ് ഈ ജൂന അഖാഡ. കഴിഞ്ഞ മെയ് മാസം പാലക്കാട് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിലായിരുന്നു നിളാതീരത്ത് കുംഭമേള എന്നൊരു പദ്ധതിക്ക് രൂപം നൽകിയത്. കേരളത്തിലെ 4 ശങ്കര മഠങ്ങളുടെ പ്രതിനിധികളും ആശ്രമ ശൃംഖലകളുടെ മേധാവികളും ഒത്തുകൂടിയ ആ സമ്മേളനമായിരുന്നു അതിൽ നിർണായകമായത്. സെപ്റ്റംബറിൽ പാലക്കാട് വെച്ച് നടന്ന സർവ സംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് അധ്യക്ഷത വഹിച്ച് RSS സമന്വയ് ബൈഠക്കിൽ കേരള കുംഭമേള പ്രൊജക്ടിന് അംഗീകാരവും ലഭിച്ചു. വൈദിക ബ്രാഹ്മണ്യം തിരികെ എത്തിക്കാനുള്ള RSS പദ്ധതി ഇനിയും കേരള സമൂഹത്തിൽ വേരോടി തുടങ്ങിയിട്ടില്ല. അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതൊക്കെയാണ്: ഓരോ ഗ്രാമങ്ങളിലും ഓരോ ആചാര്യന്മാർ, അവരുടെ ആധ്യാത്മിക മേൽനോട്ടത്തിൽ ഓരോ വീടുകളും, മുടങ്ങാതെ ആചാര്യവന്ദനം, ആധ്യാത്മിക ചടങ്ങുകൾ പ്രാഥമികമായി തിരികെ എത്തിക്കേണ്ടത് ഇവയൊക്കെയാണ്. അതായത് കേരള സമൂഹത്തിൽ ആചാര്യന്മാർക്ക് സ്ഥാനമില്ല, അവർക്ക് വേണ്ടത്ര ബഹുമാനമോ പരിഗണനയോ ലഭിക്കുന്നില്ല. ഹിന്ദു മതത്തിന് വീട്ടകങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ഹൈന്ദവ സംഘടനകളുടെ സഹായം RSS തേടുന്നത്. ഓരോ വീടുകളെയും ബന്ധിപ്പിക്കുന്ന ആ ശൃംഖലയിലൂടെ മാത്രമേ ഹിന്ദുത്വത്തിന്റെ വേരുകൾ ഉറപ്പിക്കാനാവൂ. വൈദിക ബ്രാഹ്മണ്യം തിരികെ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ആചാര്യന്മാരുടെ രംഗപ്രവേശം. അതിനാണ് ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള കേരളത്തിൽ പഴയ SFI-കാരനാണ് മഹാമണ്ഡലേശ്വർ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വിവിധ ജാതി വിഭാഗങ്ങളെ ഒന്നിപ്പിച്ചു കൂട്ടാതെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ വിശാല ഐക്യ പാക്കേജുകളും അണിയറയിലുണ്ട്. ഇപ്പോ കാര്യമായ ചലനമുണ്ടാക്കിയില്ലെങ്കിലും ദൂരവ്യാപക പ്രത്യാഘാതത്തിനും വർഗീയ മുതലെടുപ്പുകൾക്കും കേരള കുംഭമേള വഴിവെക്കും എന്നാണ് ആശങ്ക.
ബഹ്തി ഗംഗാമേ ഹാത്ത് ധോന. ഇതൊരു ഉത്തരേന്ത്യൻ പ്രയോഗമാണ്. അവസരം ഉപയോഗപ്പെടുത്തി സ്വന്തം നേട്ടം ഉണ്ടാക്കുക എന്നതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ 2014 നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ച ക്ലീൻ ഗംഗ ഫണ്ട് അത് കേന്ദ്രം മുതൽ കുംഭമേള വരെ ഭരണാധികാരികൾക്ക് ലാഭം കൊയ്യാനുള്ള പദ്ധതിയാക്കി മാറ്റുകയായിരുന്നു. കേരളം മഹാമാഘ കുംഭമേള ഏറ്റെടുക്കാതിരുന്നതിലൂടെ 2 ലക്ഷം കോടിയോളം രൂപയാണ് കേരള കുംഭമേളയുമായി സഹകരിക്കാത്തതിന്റെ പേരിൽ നഷ്ടമായത് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, RSSന്റെ മുഖമാസികയായ ഓർഗനൈസർ തന്നെയാണ്. 1 കോടി വിശ്വാസികൾ സന്ദർശിച്ചാൽ 1 ലക്ഷം കോടി രൂപ വരെയും, 2 കോടി വിശ്വാസികൾ സന്ദർശിച്ചാൽ 2 ലക്ഷം കോടി രൂപ വരെയും അവർ അവിടെ ചെലവഴിക്കുമെന്നും അതിന്റെ ഗുണഫലം സർക്കാരിനാണ് എന്ന് പറഞ്ഞ് അവർ കണക്കുകൾ നിരത്തുന്നുണ്ട്. ഇതൊരു അവസരമായി എടുക്കേണ്ട ഇടതു സർക്കാരോ താല്പര്യം കാണിച്ചില്ല. അതായത് ഒരാൾ ചുരുങ്ങിയത് 2500 രൂപ മുതൽ 5000 രൂപ വരെ കേരള കുംഭമേളയിൽ ചെലവിടും എന്ന കണക്കുകൂട്ടലാണ് ഓർഗനൈസർ ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നത്. അതായത് ഒരു മഹാമാഘ സീസണിൽ നിന്ന് തന്നെ കേരളത്തിന്റെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൽ 4% മുതൽ 9% വരെ വർധനയ്ക്കുള്ള സാഹചര്യം നഷ്ടമാകുകയായിരുന്നു എന്നാണ് ലേഖനം ചൂണ്ടിക്കാട്ടുന്നത്. കേരളത്തിന് കുംഭമേളയുടെ വ്യാപാര സാധ്യത മനസ്സിലാക്കിപ്പിക്കാൻ പ്രയാഗ്രാജ് കുംഭമേളയുടെ വൻ ലാഭത്തെക്കുറിച്ചും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2.8 ലക്ഷം കോടി രൂപ 2025 പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്നും സ്വരൂപിച്ച UP സർക്കാരിന്റെ മുതൽ മുടക്ക് 7500 കോടി രൂപ മാത്രമായിരുന്നു എന്നും അവർ പറയുന്നു. ഇനിയെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനം കൂടി സാധ്യമാക്കുന്ന മേളയുടെ കച്ചവട സാധ്യത കേരളം തിരിച്ചറിയണമെന്നാണ് RSS മുഖമാസികയുടെ ആവശ്യം. കേരള സർക്കാർ ഉപദേശം കേൾക്കുമോ എന്ന് മാത്രമാണ് ഇപ്പോഴുയരുന്ന ചോദ്യം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദിയാണ് ഭാരതപ്പുഴ. മനുഷ്യ ഇടപെടലുകളുടെയും പാരിസ്ഥിതിക മാറ്റങ്ങളുടെയും ഫലമായി ഭാരതപ്പുഴ ഗുരുതരമായ അസ്തിത്വ ഭീഷണികൾ നേരിടുന്നുണ്ടെന്ന് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരവധി പഠനങ്ങൾ തെളിവ് നൽകുന്നുണ്ട്. ആവാസ വ്യവസ്ഥയുടെ തകർച്ച, ജലപ്രവാഹത്തിലെ കുറവ്, ജൈവവൈവിധ്യ നഷ്ടം, നദീതടത്തെ വരൾച്ച എന്നിവയൊക്കെയാണ് പ്രധാന ഭീഷണികൾ. ഭാരതപ്പുഴ നദിയിലെ മത്സ്യവൈവിധ്യത്തെക്കുറിച്ചുള്ള 2013 ഒരു പഠനത്തിൽ 116 ഇനങ്ങളെ തിരിച്ചറിയുകയുണ്ടായി. അതിൽ 11% വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 2025 ജനുവരി മാസം 19 പുറത്തിറക്കിയ കുറിപ്പിൽ, അതായത് ഈ പ്രയാഗ്രാജ് കുംഭമേള ആരംഭിച്ച് ഏതാനും നാൾക്കകം തന്നെ ഗംഗാ നദിയിലെ വെള്ളത്തിൽ മലിനീകരണ തോത് അളക്കുന്ന ബയോ കെമിക്കൽ ഓക്സിജൻ അളവ് 1 ലിറ്ററിന് 5.29 മില്ലിഗ്രാമായി ഉയർന്നു എന്നാണ് ഈ റിപ്പോർട്ട്. 2025 ഫെബ്രുവരി 3 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പ്രയാഗ്രാജ് നദിക്കരയിൽ നിന്നും ശേഖരിച്ച വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ തോത് ഉയർന്നിരുന്നു എന്നും വെളിപ്പെടുത്തി. ഇതിന്റെ വെളിച്ചത്തിൽ ഭാരതപ്പുഴയുടെ ഭാവിയെക്കുറിച്ച് തന്നെയാണ് നമുക്ക് ആശങ്ക വേണ്ടത്. കുംഭമേള വരുന്നത് മലയാളികളുടെ മഹാഭാഗ്യമെന്ന് പറയുന്നവർ ഏറെയുണ്ട്. കുംഭമേള വന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുമുണ്ടാകും. ഇതിൽ സെക്യുലർ മേള പണിഞ്ഞവരുമുണ്ടാകും. ജനുവരിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ താൽക്കാലിക തടയണ കെട്ടാൻ ആദ്യം മലപ്പുറത്തെ ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത് മാത്രമായിരുന്നു കേരള കുംഭമേളയ്ക്ക് സർക്കാരിൽ നിന്നുണ്ടായ തടസ്സം. തമിഴ്നാട്ടിലെ തിരുമൂർത്തി കുന്നുകളിൽ നിന്നും പുറപ്പെട്ട രഥയാത്ര സ്റ്റാലിൻ സർക്കാർ ഇടപെട്ട് തടഞ്ഞതും വാർത്തയായിരുന്നു. ഇതൊഴിച്ചാൽ കാര്യമായി മുതലെടുപ്പുകൾക്ക് അവസരം നൽകാതെയായിരുന്നു കേരള കുംഭമേള അവസാനിച്ചത്. കേരളത്തിലെ സെക്യുലർ ബുദ്ധിജീവികളിൽ നിന്ന് പോലും കാര്യമായ എതിർപ്പുകളും ഉണ്ടായില്ല എന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. എതിർക്കുമ്പോൾ ശക്തിയേറുന്ന വർഗീയ സാധ്യതകളെ തടയിടുക എന്നതായിരിക്കണം ആ മൗനത്തിന് പിന്നിൽ. ഏതായാലും കുംഭമേള എന്ന ഒരു ഹിന്ദുത്വ പ്രൊജക്ട് കൂടി കേരളത്തിൽ നടപ്പായിരിക്കുന്നു. ഗണേശ വിഗ്രഹ നിമഞ്ജനം പോലെ, ശോഭയാത്ര പോലെ കുംഭമേളയും നാളെ സ്വാഭാവിക ആഘോഷങ്ങളായി മാറിയേക്കാം. മറ്റ് മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളെ പറ്റി അവകാശവാദങ്ങൾ ഉയർത്തുകയും പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ട് വരിക എന്ന സംഘപരിവാർ തന്ത്രം ഇപ്പോൾ അരങ്ങേറി വരികയാണല്ലോ. അതിന് സമാനമായി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വ്യവഹാര നിർമ്മിതികളും ഉയർന്നാൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കരുതിയിരിക്കാം, കരുതിയിരിക്കണം എന്നു തന്നെ പറയാം. നാളെ സ്പോട്ട്ലൈറ്റുമായി മറ്റൊരു വിഷയമായി ഇതേ സമയം.